മന്ത്രി ശ്രീമതി വീണ ജോർജും അതുപോലെ തന്നെ ആ കോട്ടയത്തെ മന്ത്രിയായ വാസവൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവിടെ സംരക്ഷിക്കേണ്ട ജനറൽ സെക്രട്ടറി ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ ശ്രീജിത്ത് മനോഹർ, ശ്രീ സുദർശനൻ, ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ ചികിത്സ മുന്നണിയെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതേപോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി കാര്യങ്ങൾ ഇതിനു മുമ്പിൽ പറയാനുണ്ട്. അതിനൊക്കെ പ്രിയപ്പെട്ട ജിൻഡോ ജോണും അധ്യക്ഷനൊക്കെ സൂചിപ്പിക്കുമെന്നുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് വലിയറമ്പിലാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി നാഥനില്ലാത്ത ഒരു വകുപ്പ് പോലെ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട ജനങ്ങൾ ചികിത്സയ്ക്കായി ചെന്നാൽ മരുന്നുകൾ കിട്ടാത്ത സാഹചര്യം, ആവശ്യമായ ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ ആരോഗ്യരംഗത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കോട്ടയത്തുണ്ടായ അതിദാരുണമായ സംഭവം ഇന്നും നമ്മളുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്നു. സ്വന്തം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ രാവിലെ കുളിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റിൽ പോയതാണ്. അവർ ടോയ്ലറ്റിൽ ചെന്ന് കുളി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കെട്ടിടമാകെ തകർന്നു വീണ് ആ വീട്ടമ്മ അതിന്റെ അകത്ത് അകപ്പെടാൻ ഇടയുണ്ടായത്. വീട്ടമ്മ അകപ്പെട്ടു എന്നതല്ല അവിടുത്തെ സീരിയസ് ആയ പ്രശ്നം. അങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായിരുന്നപ്പോൾ ആ അപകടത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അവിടെ എത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനത്തെ തടയിടുന്ന വിധം ആ കെട്ടിടം പൊളിഞ്ഞു വീണതിന്റെ അടിയിൽ ഒരു മനുഷ്യജീവനും അകപ്പെട്ടിട്ടില്ല. ആ ടോയ്ലറ്റിലൊക്കെ കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികമായി കൂട്ടി സീൽ വെച്ചതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ തെരച്ചിൽ പോലും നടത്താതെ ആ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കാനുണ്ടായ ആ സാഹചര്യം നമ്മളുടെ മനസ്സുകളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇത് PR വർക്ക് നടത്തുന്നതിനും മാധ്യമങ്ങളുടെ മുമ്പിൽ ബൈറ്റ് കൊടുക്കുന്നതിനും വേണ്ടിയാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ ഓടിക്കൂടുന്ന നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പോലീസുകാരും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യുന്നതെന്താ, ആ കെട്ടിടം ഇടിഞ്ഞു വീണിട്ടുള്ളതിൽ മനുഷ്യരാരെങ്കിലും പെട്ടിട്ടുണ്ടോ? അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താനല്ല ഈ മന്ത്രിമാർ അവിടെ എത്തിയത്. കാണിച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷത്തെ ദുഷ്ചെയ്തികളിൽ നിന്ന് നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ വന്നപ്പോൾ ബിന്ദു എന്ന വീട്ടമ്മയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ 2 മണിക്കൂറാണ് വൈകിയത്. അങ്ങനെ ഒരു സാധാരണക്കാരിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഈ 2 മന്ത്രിമാർക്കെതിരെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ബിന്ദുവിന്റെ മരണം മാത്രമല്ല ഈ സമരത്തിന് കാരണമായിട്ടുള്ളത്. അതിന് 2-3 ദിവസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി
ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു. അദ്ദേഹത്തിന്റെ മുൻപിൽ വരുന്ന രോഗികളോട് ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും ഇല്ലാത്തതിന്റെ പേരിൽ സർജറി മാറ്റിവെക്കേണ്ടി വരുന്ന ആ ദുര്യോഗത്തെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു. അത് കേരളമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. ഈ ഹാരിസ് ചിറക്കൽ കോൺഗ്രസ്സുകാരനായിരുന്നില്ല, UDF കാരനായിരുന്നില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിക്കണമെന്നും പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം കിട്ടുന്ന രീതിയിലുള്ള ജനവികാരമാണ് കേരളത്തിലുള്ളത് എന്ന് രേഖപ്പെടുത്തണമെന്നും ആഗ്രഹിച്ച ഒരു CPM സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഹാരിസ് ചിറക്കൽ. തന്റെ ഉത്തരവാദിത്തം പോലും മറന്നുകൊണ്ട് സർക്കാർ അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ആർജവം കാണിച്ച ഒരു ഡോക്ടർക്ക് ദിവസങ്ങൾക്കകം കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ ദുര്യോഗത്തെ കുറിച്ചിട്ട് സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാർ പറയാൻ മടിക്കുന്ന, സാധാരണക്കാർ ചിന്തിക്കാൻ മടിക്കുന്ന, കേരളത്തിലെ CPMകാർ കണ്ടില്ലെന്ന് നടിക്കുന്ന, സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന വലിയൊരു അനാസ്ഥയുടെ ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരും മന്ത്രിമാരും പറയുന്നത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെട്ടു. ഒറ്റപ്പെട്ട ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ ഹാരിസ് ചിറക്കൽ എന്ന സർക്കാർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിലെമ്പാടും സർക്കാർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ആ വാഹനം ആശുപത്രിയിലേക്ക് ക്യൂ നിന്ന് 5 രൂപയുടെയും 10 രൂപയുടെയും ചീട്ടെടുത്തുകൊണ്ട് ഈ ഡോക്ടറുടെ കുറിപ്പടി വാങ്ങി ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളെല്ലാം ഭേദമാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള MP രാജേഷ് അടക്കമുള്ള അല്ലെങ്കിൽ കൃഷി വകുപ്പ് മന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ പോലെ അല്ല സാധാരണക്കാരന്റെ ചികിത്സയ്ക്ക് അവസാന ആശ്രയമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. ഈ സർക്കാർ ആശുപത്രികളിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് കോവിഡ് കാലത്ത് 1600 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച സർക്കാരിന്റെ പേരാ പിണറായി വിജയൻ സർക്കാർ. 1600 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തിന്നിട്ടും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പേരാ മലയാളികൾ. കേരളത്തിൽ എന്നല്ല, ലോകത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുണ്ടാകുമായിരുന്നില്ല. ഇനി അത് മാത്രമാണ്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ പറവിൽ 1200 കോടി രൂപയുടെ അഴിമതി നടന്നപ്പോൾ അത് അന്വേഷിക്കാൻ വന്നപ്പോൾ ബ്ലീച്ചിങ് പൗഡറും മറ്റും പർച്ചേസ് ചെയ്തതിന്റെ 1200 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കാൻ അന്വേഷണ സംഘം വരുന്നതിന് മുമ്പ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾക്ക് തീപിടുത്തമുണ്ടാകുന്നു. പണ്ട് ലൈഫ് മിഷൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കും സെക്രട്ടേറിയറ്റിലെ ആഫീസിലും തീപിടിക്കുന്നത് പോലെ ഗോഡൌണുകൾക്ക്. ഇത് മാത്രമാണ്, നമ്മുടെ ടീച്ചറമ്മ KK ശൈലജ ഉറങ്ങാതെ കാത്തിരുന്ന് കോവിഡ് പ്രതിരോധം തീർത്ത സമയത്താണ് 1000 കോടി രൂപയുടെ PPE കിറ്റ്, മാസ്ക് അഴിമതി നടന്നത്. ഇതൊക്കെ പിന്നീട് പുറത്തു വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെമ്പാടും 10-25,000-ലധികം വരുന്ന ബൂത്തുകളിൽ കോൺഗ്രസിന്റെയും UDFന്റെ നേതാക്കന്മാർ ഇക്കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ അത്രത്തോളം വിലക്കെടുത്തില്ല. കാരണം എന്താ, അന്ന് സർക്കാരിന് വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമ സഖാക്കന്മാർ നടത്തുന്ന PR എക്സസൈസിൽ കേരളത്തിലെ സർവ്വസാധാരണക്കാർ വിശ്വസിച്ചിരുന്നു. അന്ന് എല്ലാവരും വിചാരിച്ചത് ടീച്ചറമ്മയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ആശുപത്രികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ആ സംരക്ഷണ യജ്ഞമാണ് നടക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല നടന്നത്. 1200 കോടി രൂപയുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അഴിമതി, 1000 കോടി രൂപയുടെ PPE കിറ്റ്, മാസ്ക് അഴിമതി, 1600 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച അഴിമതി, ഇങ്ങനെ 1000-കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയിൽ ചെന്നപ്പോൾ മരിക്കോടത്തോളമായിപ്പോ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ക്ഷാമം വരുന്നു, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം വരുന്നു, മറ്റു സന്നദ്ധ അതുമായി ബന്ധപ്പെട്ട സാമഗ്രികളുടെ ക്ഷാമം വരുന്നു. ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ചികിത്സ തേടുന്നതും സ്വകാര്യ ആശുപത്രിയിലാണ്. ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ വലിയ വിവാദം കത്തി നിൽക്കുമ്പോൾ സ്വയം പറയുകയാണ്, ഞാനും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പോയതെന്ന്.